നമസ്കാരം. ന്യൂസ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ഇനി ഓർമ്മ. അന്ത്യം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ ആദരാഞ്ജലി അർപ്പിച്ച ചലച്ചിത്ര പ്രവർത്തകർ. അവസാനമായി ഒരു നോക്ക് കാണാൻ ജനപ്രവാഹം. സംസ്കാരം നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക്. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് SIT. പറയാനുള്ളത് പറഞ്ഞെന്ന് കടകംപള്ളി. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. A. പത്മകുമാർ 14 ദിവസം കൂടി ജയിലിൽ തുടരും. പത്മകുമാറിനെ പഴിചാരി ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ. D. മണിയും സഹായി ബാലമുരുകനും അന്വേഷണ സംഘത്തിന് മുന്നിൽ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമെന്ന നിഗമനം. കമ്പനിയുമായി ബന്ധമില്ലെന്ന് ജയസൂര്യ. ABVP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ 19 പ്രതികളെയും വെറുതെ വിട്ടു. വിധി കൊലപാതകം നടന്ന് 13 വർഷത്തിന് ശേഷം. പ്രതികൾ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ. വിധി നിരാശാജനകമെന്ന് പ്രോസിക്യൂഷൻ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. അന്ത്യം ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ. ബംഗ്ലാദേശിൽ 7 ദിവസം ദുഃഖാചരണം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഭൗതികദേഹം നാളെ രാവിലെയോടെ തിരുവനന്തപുരത്ത് എത്തിക്കും. സംസ്കാരം വൈകിട്ട് 4-ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഡാനി, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ അത്യന്തം ദുഃഖകരമായൊരവസ്ഥയിലാണ് മോഹൻലാലിന്റെ കൊച്ചിയിലെ വീടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഏത് രീതിയിലാണ് സമയക്രമമൊക്കെ? തിരുവനന്തപുരത്തേക്കാണ് ഭൗതികദേഹം എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അശ്വതി, ഇന്ന് വൈകിട്ട് രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. ഈ രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 8 മണിക്ക് നിലവിൽ 8 മണിക്ക് ശേഷം കൊച്ചിയിലെ വസതിയിൽ നിന്നും ഭൗതിക ശരീരവുമായി യാത്ര തുടരുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കും. തിരുവനന്തപുരത്തെ മുടൻമുകളിലെ വസതിയിൽ പൊതുദർശനത്തിലുള്ള ഒരു ക്രമീകരണം നടത്തുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരു നിലവിലെ ഒരു ക്രമീകരണമായിട്ട് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശാന്തകുമാരി അമ്മയുടെ മരണം സംഭവിക്കുന്നത്. വീട്ടിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ചികിത്സയിലായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു. ഇടപ്പള്ളി എളമക്കരയിലുള്ള വസതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ സമയത്ത് മോഹൻലാലും കുടുംബവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിനുശേഷം ഇവിടെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ മന്ത്രി P. രാജീവും MPമാർ MLAമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നിലവിൽ ഇവിടെ ഇപ്പോഴും ഒരു ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ ഒരു ക്രമീകരണത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സ്വദേശമായ തിരുവനന്തപുരത്ത് തന്നെ സംസ്കാര ചടങ്ങുകളടക്കം നടത്തുക എന്നതാണ് കുടുംബത്തിന്റെ അടക്കമുള്ള ഒരു തീരുമാനമായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തോളമായി അസുഖം, പക്ഷാഘാതത്തെ തുടർന്നുള്ള അവശതകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 3 മാസമായി രോഗം മൂർച്ഛിക്കുകയായിരുന്നു. പലവിധ പ്രായ അധികത്തെ തുടർന്നുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ആരോഗ്യനില കുറച്ച് മോശമായ സ്ഥിതിയിലായിരുന്നു. കഴിഞ്ഞ ജന്മദിനമെല്ലാം വളരെ വിപുലമായ രീതിയിൽ മോഹൻലാൽ മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം അമ്മയുടെ ജന്മദിനം അവിടെ ആഘോഷിക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. മോഹൻലാലുമായി വളരെ അടുപ്പം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അടുപ്പവും സ്നേഹവും സാമീപ്യവും എല്ലാമാണ് തന്നെ ഈ രീതിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ദാദാ ഫാൽക്കെ അവാർഡ്
അദ്ദേഹം നേടുമ്പോഴും അത് തന്നെയായിരുന്നു അടയാളപ്പെടുത്തുകയും അമ്മയ്ക്ക് അത് സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായ ആ ഒരു അടുപ്പവും സ്നേഹത്തിന്റെയും എല്ലാം തന്നെ പ്രകടനങ്ങളായിരുന്നു ഇന്ന് ഇടപ്പള്ളിയിലെ എളമക്കരയിലുള്ള വസതിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇഴയടുപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒട്ടനവധിയായ സുഹൃത്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ മമ്മൂട്ടി അടക്കമുള്ളവർ സെറ്റുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് ആ വീടുകളിലേക്ക് എത്തുകയും ഒത്തിരി സമയം മോഹൻലാലിനോടൊപ്പം അവിടെ ചിലവഴിക്കുകയും മടങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. ആയാലും ഇതിപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ ഒരു രൂപരേഖ ഈ രീതിയിലാണ്. ഇന്ന് വൈകിട്ട് രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഭൗതിക ശരീരവുമായുള്ള ആംബുലൻസ് പുറപ്പെടുന്നു. തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ഉടൻമുകളുടെ വസതിയിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അതിനുശേഷം സംസ്കാര ചടങ്ങ് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് തന്നെ നടക്കും. അശ്വതി. ശരി, ഡാനി പോളാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ സിനിമാ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ പ്രവർത്തകരുടെ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാനാകും കൂടുതൽ ആളുകളും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്ക് അവിടേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടെ, രാത്രിയോടെയാണ് തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെയായാലും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ബന്ധം അറിയുന്ന, എപ്പോഴും അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ മോഹൻലാലിൻ്റെ കാര്യം പറയുമ്പോൾ അതെപ്പോഴും പ്രകടമാക്കുന്ന, അമ്മയോടുള്ള ഇഷ്ടം പ്രകടമാക്കുന്ന ഒരു മകനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അത് എഴുത്തിലൂടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും അമ്മമാർ, മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ തുടങ്ങിയ ആളുകളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, സ്വന്തം അമ്മയോട് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം തന്മയത്വത്തോടെയാണ് അവർ ജീവിച്ചത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ പ്രകടമാക്കിയ ആ സ്നേഹത്തിൻ്റെ ഉടമയാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ദുഃഖത്തിലായ സമയമാണ്. ആ സമയത്ത് തങ്ങളുടെ സഹപ്രവർത്തകനെ ആശ്വസിപ്പിക്കാനായി സിനിമാ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി പേർ നമുക്ക് കാണാം. മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മൃതദേഹം കൊച്ചിയിലെ വീട്ടിലാണ് ഉള്ളത്. 10 വർഷത്തോളമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണ് കൊച്ചി എളമക്കരയിൽ ആ വീട്ടിലാണ് അമ്മയുള്ളത്. പക്ഷാഘാതത്തിന് ചികിത്സ തേടി അമൃത ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അമ്മയ്ക്കൊരു വീട് നൽകുകയായിരുന്നു. ആ വീട്ടിൽ പലപ്പോഴും മോഹൻലാൽ മിക്ക സമയത്തും അവിടേക്ക് അമ്മയെ കാണാനായി എത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ സമയവും അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നതും ആഗ്രഹിച്ചിരുന്നതും. എന്തായാലും അവസാന നിമിഷത്തിൽ കൊച്ചിയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അമ്മയ്ക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 90-ാം വയസ്സിലാണ് അമ്മ മോഹൻലാലിനെ വിട്ട് പോകുന്നത്. മൃതദേഹം രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരത്താണ് മോഹൻലാലിൻ്റെ അച്ഛൻ്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. ഇപ്പോൾ സംവിധായകൻ അശോകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അശോകൻ, വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് ആ വീട്ടിലുള്ളത്. താങ്കൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രകടമാക്കിയിരുന്നൊരു സ്നേഹമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അമ്മയോട് ഇഷ്ടമുണ്ട്. പക്ഷേ അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം, ഇഷ്ടത്തിൻ്റെ ആഴമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ. അതായത് എനിക്ക് ലാലുമായിട്ടുള്ള ബന്ധം സിനിമ മോഹൻലാൽ എന്നുള്ള നടൻ ഡയറക്ടർ അശോക് കുമാറുമായിട്ടുള്ള ബന്ധമല്ല. ഞാൻ അവനെ വെച്ച് ആദ്യത്തെ പടം തിരുനോട്ടം ഡയറക്റ്റ് ചെയ്തു എന്നാണ് സത്യം. ആ പടം ഡയറക്റ്റ് ചെയ്യുന്ന സത്യന്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ലാലിന്റെ വീട്ടിൽ വെച്ചാണ്. ഭാഗ്യവശാൽ എന്റെ അമ്മയ്ക്ക് അത് കാണാനും സാധിച്ചില്ല. ആന്റി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ അമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിട്ടുള്ള ലാലിന്റെ വീട്ടിൽ വെച്ചാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 60 കൊല്ലത്തെ റിലേഷൻഷിപ്പാണ്. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നു. ഇന്നിപ്പം മരിച്ച ഉടൻ എന്റെ മോടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ലാല് വളരെ വിഷമിച്ചാണ് എന്നിട്ടും അവൻ പറഞ്ഞു നിന്റെ മോടെ കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് വന്ന ഗുരുവായൂർ വന്ന് കല്യാണം അറ്റൻഡ് ചെയ്തു. പക്ഷെ ക്രിട്ടിക്കലായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ സുചി പറഞ്ഞു ചേട്ടാ വളരെ ക്രിട്ടിക്കലാണ്. ഇന്ന് ലാല് മരിച്ച ഉടനെ എന്നെ വിളിച്ചത് അറിയാം മരിച്ചു, ഞാൻ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും, നീ അവിടെ നിന്നാ മതി, 7 മണിക്ക് ഞാൻ അങ്ങോട്ട് വന്നാൽ മതി. മുടവമൂടി വെച്ചാകുമ്പം
ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പൊ അവൻ 7 മണിക്ക് എത്തും, രാത്രി 8 മണിക്ക് ഡെഡ് ബോഡി അവിടുന്ന് അയക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് മുളകുമൂടി പോവാണ്, പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ശ്രീ അശോകൻ, താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് കുടുംബവുമായും അമ്മയുമായും ഒക്കെ അത്രയും ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. ഓർമ്മകൾ എന്തൊക്കെയാണ് അമ്മയെ കുറിച്ചുള്ള? ഓർമ്മകൾ വെച്ചാൽ ഏറ്റവും നല്ല ഓർമ്മ, ഞങ്ങൾ ഒരുമിച്ച് MG കോളേജ് ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഒരേ ബെഞ്ചിരുന്ന് പഠിച്ചു. പിന്നെ ലാലിനെ വെച്ച് ആദ്യത്തെ ഫിലിം തിരുനോട്ടം ഡയറക്ട് ചെയ്തു. അത് കാണാൻ ആ ഫസ്റ്റ് ഷോട്ട് എനിക്കൊന്ന് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഒരു നടന്റെ ആദ്യത്തെ ഷോട്ട് ഒരു അമ്മയ്ക്ക് കാണാൻ പറ്റൂ. അത് ആദ്യമായിട്ട് കാണാൻ ലാലിന്റെ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ലാലിന്റെ അമ്മ മാറി ഇന്നത് കാണുകയായിരുന്നു. അപ്പം അത് പല ഇന്റർവ്യൂവിൽ ആന്റി പറയാറുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. പിന്നെ ലാലിനെ സംബന്ധിച്ച് എനിക്കറിയാം, ലാലിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ കഴിഞ്ഞേ അവനെ എല്ലാം ഉള്ളൂ. ഇന്നലെ വരെ ആ പല ഷൂട്ടിങ്ങും വെളിയിൽ നിന്നുള്ള ഷൂട്ടിങ് മാറ്റിയിട്ട് കൊച്ചി വന്ന് ഷൂട്ടിങ്ങിന് വരിക, അവിടെ അമ്മയെ കാണുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മകളും സുജി. ഈ രണ്ടുപേരും അമ്മയെ ലോകത്തൊരു എല്ലാ അമ്മയ്ക്കും മക്കൾക്കും അങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിലും പക്ഷെ ലാലിനും സുജിക്കും ആന്റിയോടുള്ള സ്നേഹം ഞാൻ പറഞ്ഞു, ഞാൻ എത്രയോ കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മ നഷ്ടപ്പെട്ട ഒരു ദുഃഖമാണ്. അല്ലാതെ മോഹൻലാലിന്റെ അമ്മ, ലാലുവിന്റെ അമ്മയ്ക്ക് പറ്റി എന്റെ അമ്മയ്ക്ക്, എന്റെ അമ്മയും ലാലിന്റെ അമ്മയും വളരെ അടുപ്പമായിരുന്നു, വളരെ ക്ലോസ് ആയിരുന്നു. ലാലിന്റെ അച്ഛനും എന്റെ അച്ഛനും ക്ലാസ്മേറ്റ്സ്. അപ്പൊ ഞങ്ങളുടെ കുടുംബപരമായിട്ട് കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇതൊരു ഭയങ്കര നഷ്ടമെന്നൊന്നും പറയാം. ഇച്ചിരി പാവം, എത്രയോ 10 കൊല്ലമായിട്ട് കിടക്കില്ല അമ്മ സുഖമില്ലാതെ. അപ്പം എന്നാല് മകൻ എന്നുള്ള നിലയിൽ ലാലിന് അമ്മയെ നോക്കാൻ പറ്റി ഭംഗിയായിട്ട്. എല്ലാ മക്കളും കണ്ടുപിടിക്കേണ്ടതാണ്. അവസാന സമയത്ത് കൂടെ ഉണ്ടാകാനും കഴിഞ്ഞു അല്ലേ? അവസാന സമയത്ത് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ലാല് പല ഷൂട്ടിങ്ങും ക്യാൻസൽ ചെയ്ത് അവിടെ വീട്ടിൽ നിൽക്കുക. അവൻ അമ്മയുടെ സുജി അതേപോലെ രണ്ടുപേരും അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കുകയാണ്. അപ്പം ഭാഗ്യമല്ലേ മകന് ആ സമയത്ത് മകൻ ഉണ്ടാകാന്ന്. ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു നടൻ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. അമ്മയുടെയും ഭാഗ്യമാണ്, അവന്റെയും ഭാഗ്യമാണ്. ഒരു കാര്യം കൂടി, ലാലു എന്നാണ് അമ്മ വിളിക്കുക മോഹൻലാലിനെ എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ ലാലു എന്ന് വിളിക്കുള്ളൂ. ഞങ്ങൾക്ക് ലാലെന്നോ മോഹൻലാലെന്നോ ഞങ്ങൾക്കറിയില്ല. ലാലുകുട്ടാന്ന് വിളിക്കും. ഈ ലാൽ ഇന്ന് കാണിക്കുന്ന അഭിനയവും പാട്ടൊക്കെ ലാലിന്റെ അമ്മയുടെയാണ്. അസലായിട്ട് ആന്റി പാട്ട് പാടും, അറിയോ, മനോഹരമായിട്ട് പാട്ട് പാടും, അഭിനയിക്കും. അതൊരു ഞാൻ അമ്മയും ലാലിനെ കണ്ട ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ അത്ര ആന്റി ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു അമ്മയാണ്. അന്ന് ആദ്യത്തെ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ അമ്മ എന്താണ് പറഞ്ഞത്? അത് ഞങ്ങള് അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുകയല്ലേ, ഷോട്ട് എടുക്കാൻ സിനിമ എടുക്കാന്നുള്ള അമ്മയ്ക്ക് അറിഞ്ഞൂടല്ലോ. കോളേജിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ക്യാമറയും കൊണ്ട് ഒരു ഷോട്ട് എടുത്തപ്പോ ആന്റി ചോദിച്ചു, എന്താ മോനെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ആന്റി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ വന്നാന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങി പടം. ആ ഫസ്റ്റ് ഷോട്ട് ആ മുടവമൂളില് ആ കയറ്റം കയറി എടുക്കുന്നു. അത് ആ സിനിമ പിന്നെ അങ്ങനെ ലാല്. പക്ഷെ എത്ര മോഹൻലാൽ വലുതായാലും എത്ര ലാല് വലുതായാലും അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോ അവൻ പഴയ ലാലുവാ. കൊഞ്ചലും കൊഴച്ചിലും മടി കയറി കിടക്കുക. അത് ലാലൊരു വ്യത്യാസമില്ല, ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു ശ്രീ അശോകൻ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ സിനിമകളിലെ അമ്മയോടും അത്രയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുള്ളത്. ഇല്ല, അവന് എല്ലാവരോടും സ്നേഹമാണ്. അമ്മയാണെങ്കിൽ കവിപ്പണ്ണ ചേച്ചിയാണെങ്കിലും എല്ലാ അമ്മമാരും അവൻ കാണുന്ന ഈവൻ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അവൻ അതുപോലെ ഇതായിട്ടാ കാണുന്നത്. അതൊരു ലാലിന്റെ ഞാൻ ലോകത്താരെങ്കിലും 90 വയസ്സുള്ള സ്ത്രീ അവനെ ലാലേട്ടാന്ന് വിളിക്കും. 3 വയസ്സുള്ള കുഞ്ഞുങ്ങളും അവനെ ലാലേട്ടാന്ന് വിളിക്കും. അപ്പം എല്ലാവരുടെയും ലാലേട്ടൻ, ലാലിന്റെ അമ്മയുടെ ലാലു, എന്റെയും ലാലു. വളരെയധികം നന്ദി ശ്രീ അശോക് കുമാർ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും 8 മണിയോടെ എളമക്കരയിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് 8 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാരം നടക്കുക. മുടവൻമുകളിലെ വീട്ടിൽ നിന്നും വി അരുൺ കൂടി ചേരുന്നു. തിരുവനന്തപുരം മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഹിൽ വ്യൂ വീട്ടിലാണ് ഉള്ളത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ
സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നു. ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടന്ന സ്ഥലമാണ് ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം. തൊട്ടടുത്ത് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നതും ഇതിന് തൊട്ടടുത്താണ്. ഈ ഭാഗത്താണ് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നത്. അതിനോട് ചേർന്നാണ് അമ്മയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനൽകുമാർ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്? രാവിലെ ഒരു 6-7 മണി കൂടിയായിരിക്കും ആംബുലൻസിൽ ഇവിടെ എത്തിക്കുക. ബൈ റോഡ് തന്നെ വരികയാണ്. ബൈ റോഡ് തന്നെ വരികയാണ്. പിന്നെ അത് ട്രാഫിക്കിൻ്റെ ഒരു സമയം നമുക്കറിയില്ല. അപ്പോൾ പിന്നെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ വിളിച്ച് പോലീസ് എസ്കോർട്ടൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളതൊന്നും വേണ്ട എന്നുള്ളതാണ്. അത് അമ്മ സാധാരണ വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 7-8 മണിയോടുകൂടി ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അച്ഛനും ജ്യേഷ്ഠനും ഉറങ്ങുന്ന ഇതേ ഭൂമികയിൽ തന്നെയാണ് അമ്മയും നമ്മൾ ഉറക്കാൻ പോകുന്നത്. അമ്മയുടെ ഒരു ആഗ്രഹം കൂടെ അതായിരുന്നിരിക്കും അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിൽ കാണുന്നതാണ്. കാരണം ഒരിക്കലും അങ്ങനെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പോകും എന്നൊരു വിശ്വാസം ആർക്കും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഏജ് ആയിട്ട് അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. ഈ ലാലേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ ഈ മരണം സംഭവിക്കുമ്പോഴൊക്കെ? ലാലേട്ടൻ തുടക്കം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴാണ് ഡോക്ടേഴ്സ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റഷ് ചെയ്ത് വരികയായിരുന്നു. പിന്നെ അമൃത എന്നുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് വേണമല്ലോ കൺഫേം ചെയ്യാനായിട്ട്. അതാണ് 1:35 ശരിക്കും അമ്മ വിഷ്ണുപാദം പോകിയത്. അമ്മയെപ്പറ്റി ഒരുപാട് ഓർമ്മകൾ സ്വാഭാവികമായിട്ടുണ്ടാവും, അടുത്തൊരുപാട് കണ്ടിട്ടുണ്ടാകും. എന്താണ് അമ്മയെപ്പറ്റി ഒരു പെട്ടെന്ന് പറയാൻ പറ്റുന്നത്? അമ്മയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് ശരിക്കും അങ്ങനെ ഒരു പറയാൻ പറ്റിയൊരവസ്ഥ കുറേ സമയം വേണം. രണ്ടാമത് ഒരു മാനസികാവസ്ഥയും അങ്ങനെയല്ല. അതായത് ലാലേട്ടൻ്റെ ഒരു തിരുവനന്തപുരത്തെ അഭാവത്തിൽ ഞാനൊരു മകനായി തന്നെയാണ് അമ്മയോടൊപ്പം എത്രയോ വർഷം ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അമ്മയോടൊപ്പം കളിച്ച് ചിരിച്ച് ഇരുന്നത്. അത് ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു മാനസികാവസ്ഥയിലായതുകൊണ്ട് ചിലപ്പോഴൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം സങ്കടങ്ങളെക്കാൾ സന്തോഷകരമായ ഓർമ്മകളാണ്. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. പലപ്പോഴും മോഹൻലാൽ അടുത്തുണ്ടാവാറില്ല. അമ്മ ഇവിടെ അങ്ങനെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ഓർമ്മ കൂടുതൽ. അതെ, അച്ഛൻ സുഖമില്ലാതെ കിടന്ന ദിവസങ്ങളും വർഷങ്ങളും അമ്മ എവിടൊപ്പം അച്ഛൻ പോയതിന് ശേഷമുള്ള സമയം അതൊക്കെ ഒരുപാട് ഞാൻ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. സംസ്കാരത്തിനുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ അത് ഇപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് ഞങ്ങളെല്ലാം ശരിയാക്കി എടുക്കും. ഞാൻ എൻ്റെ കൂടെ 5-6 പേര്, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു 5-6 പേരുണ്ട്, ഞങ്ങൾ സ്നേഹിതർ. അപ്പം ഞങ്ങളതിൻ്റെ പദ്ധതി തുടങ്ങി. അത് രാത്രി കൊണ്ട് തീർക്കും. ഒരു 2 മണി കൊണ്ടെങ്കിലും തീർക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആംബുലൻസ് എക്സ്കോർട്ട് ചെയ്യണം. പക്ഷേ ലാലേട്ടനൊന്നും അത് എന്നോട് ചോദിച്ചപ്പോൾ അങ്ങനെ എസ്കോർട്ടൊന്നും ഇല്ലാതെ തന്നെ അമ്മ വരട്ടെ എന്നുള്ളതാണ്. അതിന് ട്രാഫിക്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലെടുക്കും, സാരമില്ല. അങ്ങനെ ആ സഞ്ചാരത്തിനും ഒരു ഈ റോഡുകളിലൂടെയുള്ള ഒരു യാത്രയല്ലേ അവസാന യാത്ര. അതുകൊണ്ട് അങ്ങനെ പോലീസിൻ്റെ സ്പീഡിലൊന്നും വരണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു, സന്തോഷം എന്ന് പറഞ്ഞു. പ്രണവൊക്കെ കേരളത്തിലുണ്ടോ? പ്രണവ് ഇപ്പോൾ കേരളത്തിലില്ല, പക്ഷേ പ്രണവ് രാവിലത്തെ ഫ്ലൈറ്റിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിവാൻഡ്രത്ത്. ഓക്കെ, താങ്ക് യു. ഏതായാലും ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെയാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഇവിടെയാണ് അമ്മയ്ക്ക് ചിതയൊരുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് മോഹൻലാൽ സുഹൃത്തുക്കൾ നടത്തുന്നത്. തൊട്ടപ്പുറത്ത് മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടന്ന സ്ഥലമാണ്. അതിൻ്റെ സമീപത്ത് തന്നെ പ്യാരിലാൽ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ്റെ സംസ്കാരം നടന്ന സ്ഥലവുമുണ്ട്. അവിടെ തന്നെയാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ചിതയൊരുങ്ങുന്നതും. ഈ ഒരു പ്രദേശത്താകും സംസ്കാരം. മോഹൻലാലിൻ്റെ മുടവൻമുകളിലെ വീട്, ഹിൽ വ്യൂ വീട് തന്നെ പ്രശസ്തമാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ, തിരുവനന്തപുരവുമായുള്ള ബന്ധം പറയുമ്പോൾ തന്നെ വീട് പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നതാണ്. മോഹൻലാൽ കളിച്ചു വളർന്ന വീട്, അമ്മയ്ക്കൊപ്പം പതിറ്റാണ്ടുകൾ ചിലവഴിച്ച ആ വീട്. പിന്നീട് വലിയ തിരക്കായി മോഹൻലാൽ പോകുമ്പോൾ അമ്മയെ കാണാൻ അമ്മയ്ക്കൊപ്പം എപ്പോഴും മോഹൻലാൽ ഇവിടേക്ക് എത്തുമായിരുന്നു. പിന്നീട് അസുഖമാകുമ്പോഴാണ് അമ്മയെ മോഹൻലാൽ ഇവിടെ നിന്ന് കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആ സ്ഥലമാണിത്. മോഹൻലാൽ
കളിച്ചു വളർന്ന വീട്, അദ്ദേഹത്തിൻ്റെ അമ്മയും ഒത്തുള്ള നിരവധി ഓർമ്മകൾ, അമ്മയും അച്ഛനും സഹോദരനുമൊക്കെ മോഹൻലാൽ കളിച്ചു വളർന്ന വീടാണത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അന്ത്യവിശ്രമത്തിനായി എത്തുന്നത്. ഇവിടെ തന്നെ ആ രീതിയിൽ സംസ്കാരം നടത്തണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും ഒക്കെ അന്തിയുറങ്ങുന്ന സ്ഥലം അവിടെ തന്നെയാണ് അമ്മയ്ക്കും ചിതയൊരുക്കുന്നത്. മോഹൻലാലിൻ്റെ ഈ മുടവൻമുകളിലെ വീടാണത്. ഹിൽ വ്യൂ വീട്, ഒരു നിരവധി ഓർമ്മകളുള്ള സ്ഥലം. മോഹൻലാൽ എന്ന താരത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും മലയാളികൾക്ക് സുപരിചിതയാണ്. അമ്മയോടൊപ്പം ഉള്ള മോഹൻലാലിൻ്റെ നിമിഷങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ്. ആ അമ്മയ്ക്കൊപ്പം അമ്മയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നാളെ രാവിലെ തന്നെ മോഹൻലാലും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. നാളെ രാവിലെ ഇവിടെ ഈ മുടവൻമുകളിലെ വീട്ടിലെത്തി ഇവിടെ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ഇവിടെ എത്തും. വൈകിട്ട് 4 മണിക്കാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, വി അരുണാണ് മുടവൻമുകളിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെ സംസ്കാര ചടങ്ങിനായുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. സൗഹൃദ വലയം ഒരുപാട് ഉള്ള ആളാണ്, സുഹൃത്തുക്കൾ ഒരുപാടുള്ള ആളാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പമൊക്കെ നേരത്തെ അരുണിനോട് സംസാരിച്ചതൊക്കെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ നിന്നും. ഡാനി, ഈ മോഹൻലാലിനെയും അമ്മയും അടുത്തറിയുന്നവർ പറയുന്നത് പോലെ അവരുടെ ഒരു ബന്ധം എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എഴുത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമൊക്കെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അമ്മയോട് എത്രത്തോളം ഇഷ്ടമായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ചിത്രങ്ങളിലൂടെയും നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുഃഖത്തിലായിരിക്കും ഇപ്പോൾ ആ വീട് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അവസാന നിമിഷം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം എന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് എത്തുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഈ കൊച്ചി സിനിമാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ തിരുവനന്തപുരത്തേക്ക് മൃതശരീരം കൊണ്ടുവരുന്നതിന് മുൻപ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ. അശ്വതി, കൊച്ചിയില് പരിസരത്തുള്ള ഈ മേഖലയിലെ സിനിമാ പ്രവർത്തകർ അത് നടന്മാർ മാത്രമല്ല, മറ്റു സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി എല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിസരത്തുള്ള എല്ലാവരെയും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സംവിധായകൻ ജോഷി ഉൾപ്പെടെ മറ്റ് സിനിമാ പ്രവർത്തകർ, അങ്ങനെ വളരെ സീനിയറായ ആളുകൾ എല്ലാവരും തന്നെ ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തുകയും അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം അവിടേക്ക് വരുന്നു. എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് തന്നെ അവിടേക്ക് വരികയും വളരെയേറെ സമയം അവരോട് ചെലവഴിച്ച് മടങ്ങുകയും എല്ലാം ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മോഹൻലാലും അമ്മയും ആയിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് ഈ ചർച്ച ചെയ്യുകയും പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം അമ്മയ്ക്ക് മോഹൻലാലിനോടുള്ളൊരു വാത്സല്യം, ലാലു എന്ന നീട്ടിയുള്ള ആ ഒരു വിളിയും സ്നേഹവും ആ പറച്ചിലും എല്ലാം തന്നെയും അതിൽ നിറയുന്നത്, പകർന്നു കൊടുക്കുന്നതുമെല്ലാം അത് വല്ലാത്തൊരു വാത്സല്യവും എല്ലാം തന്നെയാണ്. പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോഴും ഈ യാത്രകൾ കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്, അതിനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെക്കപ്പെട്ട ഒരു സമയം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം ഈ തിരക്കുകളിൽ നിന്ന് അദ്ദേഹം അമ്മയ്ക്ക് അടുത്തേക്ക് ഓടിച്ചെന്ന് വളരെയധികം സമയം അമ്മയ്ക്കൊപ്പം ഇരുന്ന് ആ വിശേഷങ്ങൾ പങ്കുവച്ച് അവർക്ക് പറയാനും പരിഭവിക്കാനും അങ്ങനെയെല്ലാമായിട്ട് സ്നേഹത്തോടെ പിണങ്ങാനും എല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ അവർക്ക് അങ്ങനെ ഒരു സമയം ചെലവഴിക്കൽ മോഹൻലാലിന് ആ വീട്ടിലുണ്ടായിരുന്നു. ആ പരിസരവാസികൾ പറയുന്നത് പോലെ മോഹൻലാൽ അവിടേക്ക് എത്തുമ്പോൾ ആ വീട് മറ്റൊന്നാകുന്നു. കാരണം അതുവരെയും അവിടെ ഒരു രോഗി പരിചരണവും കാര്യങ്ങളും എല്ലാമായിട്ടുള്ള അതിനകത്തുള്ള ജീവനക്കാരും കാര്യങ്ങളുമെല്ലാമാണ്. മോഹൻലാൽ അമ്മയ്ക്കൊപ്പം ചേരുമ്പോൾ അടുത്ത് അവർക്കൊപ്പം ഇരിക്കുമ്പോൾ ഇതെല്ലാം ആ ഒരു പരിസരവും മാറുന്നുണ്ട് അതിനനുസരിച്ച് എന്നതാണ് അവർ പറയുന്നത്. അവിടേക്ക് എത്തുന്നവർ മോഹൻലാലിനൊപ്പം സമയം ചെലവഴിക്കാം, അവർക്ക് മോഹൻലാലിനോടൊപ്പം ഫോട്ടോ എടുക്കാം. കാരണം ലാൽ മറ്റൊരാളായി അവിടെ മാറുന്നു, ഒരു കുട്ടിയായി താരപരിവേഷം ഇല്ലാത്ത ഒരാളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് അമ്മയുടെ സാമീപ്യവും എല്ലാം തന്നെ കഴിയുന്നു എന്നതാണ് ആ ഒരു പാരസ്പര്യത്തിന്റെ എല്ലാം തന്നെ ഒരു പ്രത്യേകത എന്ന്
പറയുന്നത്. അത്രമേൽ അടുപ്പം, അത്രമേൽ ഇഴയടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ സമയമായി ഇതെല്ലാം തന്നെ പറയുന്നത്. അത് മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ് അശ്വതി. കാരണം ഈ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങൾ ഒരുപക്ഷെ ഈ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ഈ ബന്ധങ്ങളുടെ ഒരു മൂല്യവും കാര്യങ്ങളും എല്ലാം തിരിച്ചറിയുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നു എന്നത് പലപ്പോഴും സംശയകരമാകുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. അവിടെ നമുക്ക് വലിയ ഉദാഹരണങ്ങളായിട്ട് ഈ ഒരു അമ്മയും മകനെയും എല്ലാം പരിചയപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് ആ രീതിയിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് അതിനൊപ്പം അതിനേക്കാൾ മേലെ എല്ലാം തന്നെ പറക്കുന്ന ഒരു മകൻ, ഒരു സിനിമാ ലോകത്തിന്റെ ഒരു മഹാത്ഭുതം, വലിയൊരു പ്രതിഭാസം. പക്ഷേ എല്ലാ ഉയരങ്ങളിൽ നിന്നും അമ്മയുടെ ഒരു തണലും തണുപ്പും തേടിക്കൊണ്ട് ആ തായ്വേരിലേക്ക് വീണ്ടും എപ്പോഴും എല്ലാ തിരക്കുകളിൽ നിന്നും പിന്നെയും തിരിച്ച് ഇറങ്ങി നടന്നു വരുന്ന ഒരു മകനെ നമുക്ക് മോഹൻലാലിൽ കാണാനായിട്ട് കഴിയും. കാരണം എല്ലാത്തിന്റെ ശീതളിമയേക്കാളും അമ്മയുടെ ആ സ്നേഹച്ചൂട് തന്നെ ഇഷ്ടപ്പെട്ട് കടന്നു വരുന്ന ഒരു മകനെ നമുക്ക് മോഹൻലാൽ എപ്പോഴും തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വികാരാധീനനാവുന്നത്. പൊതുവേദികളിൽ മറ്റൊന്നും പറയാൻ, മറ്റൊരു വിഷയങ്ങളിലേക്കും അദ്ദേഹം അധികമൊന്നും സംസാരിക്കാതെ പോകുമ്പോൾ അവിടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ വളരെ വികാരാധീനനായി അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. ആ അമ്മയുമായുള്ള അടുപ്പം ആ വേദികളിൽ അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട്. നമുക്കറിയാം, ഈ ഇടയ്ക്ക് വളരെ വൈറലായ ഒരു രംഗമുണ്ട്. അബ്ദുൾ സമദ് സമദാനി ശ്രീ അദ്ദേഹം മാതൃത്വത്തെ കുറിച്ച് പറയുന്ന ഒരു വേദിയിൽ മോഹൻലാൽ കണ്ണുകൾ നിറഞ്ഞ ഈറനാകുന്നതും തന്റെ അമ്മയെ കുറിച്ച് പറയുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രമേൽ ഒരടുപ്പം സൂക്ഷിച്ച അമ്മയും മകനുമാണ്. നഷ്ടത്തിന്റെ ഒരു ആഴം മോഹൻലാൽ എന്ന മഹാനടനപ്പുറം മോഹൻലാൽ എന്ന മകൻ അമ്മയുടെ വിയോഗം തൊട്ടറിയുകയാണ് ഇന്ന്. കാരണം മറ്റെന്തുണ്ടെങ്കിലും ആ ഒരു വിയോഗത്തിന്റെ ഒരു ആഴങ്ങൾ അദ്ദേഹത്തിന് മാത്രം ബോധ്യപ്പെടാവുന്ന ആ ഒരു അകലങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങൾ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ദിവസങ്ങളും ഈ സമയവും കടന്നു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അശ്വതി. ശരി, ഡാനി പോളാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും മോഹൻലാലിൻ്റെ വീട്ടിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ അങ്ങോട്ടേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് രാത്രി 9 മണിയോടെ അവിടെ നിന്നും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തുക. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരം മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ബന്ധം അതുതന്നെയാണിപ്പോൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് സിനിമാ പ്രവർത്തകരായാലും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ ഈ അമ്മയെയും മകനെയും അടുത്തറിയുന്നവർ അവർക്ക് വാതോരാതെ പറയാൻ അത്രയുമുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോഴും അത് അമ്മയുള്ളപ്പോൾ അത് വാങ്ങാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഏറെ സന്തോഷം എന്ന് പറഞ്ഞ് മോഹൻലാലിനെ നമ്മൾ കണ്ടു. അമ്മയുടെ സംസാരം ഇപ്പോൾ കുഴഞ്ഞു പോകുന്നുണ്ട്, വ്യക്തമല്ല പറയുന്നത്, പക്ഷേ എനിക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞ് മോഹൻലാലിനെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു മകന് 90 വയസ്സുവരെ ജീവിച്ച അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ അതെല്ലാം ചെയ്തു കൊടുത്ത് അമ്മയുടെ അവസാന നിമിഷം അമ്മയ്ക്കരികിൽ ഉണ്ടായിരുന്ന ഒരു മകൻ, അതാണ് ഇപ്പോൾ നമ്മൾ ആ ബന്ധത്തിൻ്റെ ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഇളമക്കരയിലെ വീട്ടിലേക്ക്, കൊച്ചി ഇളമക്കരയിലെ വീട്ടിലേക്ക് സിനിമാ പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന നിരവധി ആളുകൾ അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് കാണുന്നത് മോഹൻലാലിൻ്റെ ഇളമക്കരയിലെ വീടാണ്, മറുവശത്ത് തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീടാണ്. ഈ വീട്ടിലേക്കാണ് നാളെ രാവിലെ മൃതദേഹം എത്തിക്കുക. ഇവിടെയും നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും അന്തിയുറങ്ങുന്ന മണ്ണിലേക്കാണ് അമ്മയെയും എത്തിക്കുക. മോഹൻലാലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേര് നമുക്കറിയാം, വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നാണ് അച്ഛൻ്റെ പേര്. വിശ്വനാഥൻ നായർ എന്ന അച്ഛൻ്റെയും ശാന്തകുമാരി അമ്മ എന്ന അമ്മയുടെയും പേര് ചേർത്താണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ്
ട്രസ്റ്റിന് മോഹൻലാൽ രൂപം നൽകിയത്. അത്തരത്തിൽ എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച് അല്ലെങ്കിൽ ആ മേഖലയിലെല്ലാം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്തടക്കം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സാന്നിധ്യം ഇനിയും ഉണ്ടാകണം എന്ന ഒരു മകൻ്റെ ആഗ്രഹം, അതാണ് വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും എളമക്കരയിലെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ്, സിനിമാ പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേള. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഉണ്ടായതെന്നും പറയാനുള്ളത് പറഞ്ഞെന്നുമാണ് കടകംപള്ളിയുടെ പ്രതികരണം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് ആവശ്യത്തിന് എന്തെങ്കിലും മറുപടി? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു. അതേസമയം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും ദൈവതുല്യനാരെന്ന ചോദ്യത്തിന് ശവം തീനികളല്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മറുപടി. എന്തോ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. കേസിൽ സംശയനിഴലിലുള്ള D മണിയെയും മണിയുടെ സഹായിയായ ബാലമുരുകനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെയും SIT ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് മാത്രമാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായത്. അശ്വതി, ഇപ്പോൾ കടകംപള്ളിയുടെ ഒപ്പം തന്നെ D മണിയും ഒപ്പം ബാലസുബ്രഹ്മണ്യനും ഒപ്പം ശ്രീകൃഷ്ണനെയും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ ഈ ഒരു നിമിഷം വരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് വിട്ടയച്ചിരിക്കുകയാണ്. അവരെ അറസ്റ്റിലേക്കും മറ്റും കടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഡിണ്ടിഗലിൽ വെച്ച് മണിയെ കണ്ടെത്തുകയും ഒപ്പം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തടക്കം കൃത്യമായ വിവരങ്ങൾ നൽകാതെയും അന്വേഷണത്തിനോട് സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. അത് പാലിച്ചുകൊണ്ട് അഭിഭാഷകരുടെ സംഘത്തിനൊപ്പം 3 അഭിഭാഷകർക്കൊപ്പമായിരുന്നു തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തുകയും ഈ ഒരു മൊഴി നൽകുകയടക്കം ചെയ്തത്. ഒപ്പം തന്നെ ശ്രീകൃഷ്ണൻ, അതായത് സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ഒപ്പം ബാലമുരുകൻ എന്നിവരും ഇവിടെ എത്തിയിരുന്നു. അവരെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പക്ഷേ അറസ്റ്റിലേക്ക് കടന്നില്ല എന്നൊരു നിർണായക നീക്കം ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങിയേനെ. പക്ഷേ അത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ N വിജയകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ റിമാൻഡിലാണ്. അത് കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് അവരുടെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിലുള്ള ഒരു പങ്ക് കണ്ടെത്താനുള്ള ഒരു നീക്കം SIT നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ശങ്കർദാസിലേക്കടക്കം അന്വേഷണം നീങ്ങും. ഒപ്പം ഈ ഒരു കടകംപള്ളിയുടെ പങ്കും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി സാർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും A പത്മകുമാറിന്റേതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നുമാണ് വിജയകുമാർ SITയെ അറിയിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായും ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയും. ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ N വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അടക്കം എത്തിയത്. അവരോട് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് N വിജയകുമാർ ഈ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ മുൻപാകെ ഹാജരാവുകയും തുടർന്ന് അറസ്റ്റിലേക്കും ഒപ്പം റിമാൻഡിലേക്കടക്കം നീങ്ങിയത്. ഈ ഒരു N വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത് വളരെ നിർണായക
വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു മാനുവലിൽ അടക്കം തിരുത്തൽ വരുത്തി ആ ഒരു ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് കട്ടിളപ്പാളിയിൽ അടക്കം നടത്തിയ മാറ്റങ്ങൾ ഈ ഒരു സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെയാണ് ആ നിയമാവലി തന്നെ. അതടക്കം മാറ്റിയാണ് ഈ ഒരു സ്വർണം പുറത്തു കൊണ്ടുപോയതും ഈ തട്ടിപ്പിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഒപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ എൻ വിജയകുമാറും ശങ്കർദാസും പങ്കാളികളായിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പത്മകുമാറിന്റെ മൊഴിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കൊള്ളയിൽ സാമ്പത്തിക ലാഭം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ഈ ഒരു ഇതിൽ ഇടപെടൽ നടത്തി. ഒപ്പം എൻ വിജയകുമാറിന്റെ പക്ഷം എന്ന് പറയുന്നത് തനിക്കെതിരെ യാതൊരുവിധ പങ്കുമില്ല. ഒപ്പം തന്നെ പത്മകുമാറിന്റെ ഒരു രേഖകൾ, അതായത് പത്മകുമാർ സമർപ്പിക്കുന്ന രേഖകളെല്ലാം ഉടനടി ഒപ്പിട്ട് നൽകുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്നൊരു ന്യായമായിരുന്നു അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. നാളെയാണ് 31-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കൂടുതൽ വിവരങ്ങളടക്കം ആരാഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഒരു അറസ്റ്റ് തുടരാനുള്ള, റിമാൻഡ് കാലാവധി തുടരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഡിമണിയും ഒപ്പമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ശങ്കർദാസിലേക്ക് ഇനിയും എത്താത്തത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് ഇനിയും കാരണമാകാൻ സാധ്യതയുണ്ട്. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാക്കൾ ജയിലിലേക്ക് ഘോഷയാത്ര നടത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല. അന്നത്തെ മന്ത്രി അറിയാതെയാണ് ഇതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല. ആളുകളെ കബളിപ്പിക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനകൾ. സത്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടിയാലും പുറത്തുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇത് ചെയ്തത്. ഈ 2 CPMന്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ 3-മതൊരാൾ ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPMന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് 1-ാം പിണറായി ഗവൺമെന്റ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് SITയുടെ ആവശ്യം അംഗീകരിച്ചത്. അതേസമയം കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അംഗസംഖ്യ അത് കൂട്ടുവാനായിട്ട്, സംഘബലം കൂട്ടുവാനായിട്ടുള്ള ഒരു അനുമതിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഉപഹർജിയിലാണ് ഹൈക്കോടതി ഈ അനുമതി നൽകിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെ കൂടി, 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഹൈക്കോടതി മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അന്വേഷണം പല ദിശകളിലേക്ക് തിരിയുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അന്വേഷണവും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടിവരുന്നു. നിലവിലുള്ള ഒരു അംഗസംഖ്യ അത് ഇത്ര വിപുലമായ ഒരു അന്വേഷണത്തിന് പര്യാപ്തമാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത്. ഹൈക്കോടതി ഇത് അവധിക്കാല ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ആവശ്യം അംഗീകരിക്കുകയും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് 2 പേരെ കൂടി, 2 അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ പുതുതായി ഉൾപ്പെടുത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇവരെ ആരെന്നും എന്തെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കൂടി കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇത് കേസ് പരിഗണിക്കുമ്പോൾ, ഇത് റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം അന്വേഷണം മരവിച്ച ഒരവസ്ഥയിലാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നതെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട പല അന്വേഷണ പുരോഗതികളും ഉണ്ടായിരുന്നു. പലരെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നതടക്കം വാർത്തകളിലേക്ക് വരികയും ചെയ്തു. അതുമാത്രവുമല്ല, ഇതൊരു അന്തർ സംസ്ഥാന ബന്ധമെന്ന രീതിയിലുള്ളൊരു അനുമാനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വസ്തുതാപരമായ റിപ്പോർട്ടുകളടക്കം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇനി വരുന്ന സിറ്റിംഗ് വരുന്നത്
ജനുവരി 5 വരുന്ന ഈ വിഷയം പരിഗണിക്കുമ്പോൾ അന്നായിരിക്കാം ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുന്നത്. അന്ന് ഈ ഹൈക്കോടതിയിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ തവണയെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്ന കാര്യങ്ങളും ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളും ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ വിവരങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 5-ാം തീയതി ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിശദമായ വിവരങ്ങളും കോടതിക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു ഇളവുമില്ലാതെ തന്നെ അംഗബലവും കൂട്ടിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സേവ് ബോക്സ് തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണത്തിന് ഇ.ഡി. നടൻ ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്നാണ് ഇ.ഡിയുടെ നിഗമനം. ഇതോടെ ജയസൂര്യയുടെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ പരസ്യചിത്രത്തിൽ കരാർ പ്രകാരം അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും തനിക്ക് കമ്പനിയുമായി ബന്ധമില്ലെന്നുമാണ് ജയസൂര്യയുടെ മൊഴി. സേവ് ബോക്സ് ആപ്പ് എന്ന നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമായും തന്നെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇ.ഡിക്ക് ബലപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണവും വരും ദിവസങ്ങളിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ജയസൂര്യയെ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് ഇ.ഡി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ജയസൂര്യ മൊഴിയായി നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തനിക്ക് ഇവരുമായിട്ട് മറ്റൊരു ഇടപാടുമില്ല, തനിക്ക് ഇതിൽ ഓഹരിയോ അല്ലെങ്കിൽ അവർ തനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഓഹരി പങ്കാളിത്തമോ വാഗ്ദാനം ചെയ്തിട്ടില്ല, ഒരു അഭിനേതാവെന്ന നിലയിൽ മാത്രമാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വ്യക്തമായ കരാറുണ്ടായിരുന്നു. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് താൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അഭിനയിക്കുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങളൊന്നും തന്നെ തനിക്ക് ഇവരുമായി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ മുഴുവൻ പ്രതിഫലവും തനിക്ക് നൽകിയിട്ടില്ല എന്നതുകൂടി ജയസൂര്യ പറയുകയുണ്ടായിരുന്നു. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നതും കൂടുതൽ അത്തരം കാര്യങ്ങൾ ഇടപെടൽ നടത്തുന്ന ഭാര്യ സരിത ജയസൂര്യയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ജയസൂര്യയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇ.ഡി പരിശോധിക്കുകയാണ്. ജയസൂര്യ 2ാം വട്ടമാണ് വിളിച്ചു വരുത്തിയത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയത്. ഇതിൽ ഇനിയിപ്പോൾ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ജയസൂര്യയ്ക്ക് കൈമാറിയിട്ടുള്ളത്, ഇനി എന്ത് വാഗ്ദാനമാണ് അവർ നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കരാറിൻ്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സേവ് ബോക്സ് ആപ്പ് അവർ ഏത് രീതിയിൽ സമാഹരിച്ച പണമാണ് എന്നതുകൂടി പരിശോധിക്കും. കാരണം നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി അവർ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസ് നിലവിൽ തന്നെ അവർക്കെതിരെയുണ്ട്. 2022-23 ഇവർക്കെതിരെ ഇതിൻ്റെ ഉടമയായ സ്വാദിഖ് റഹീമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ എങ്ങനെയുള്ള പണം കൈമാറിയിട്ടുണ്ട് എന്നതുകൂടി പരിശോധിക്കും. നിയമവിരുദ്ധമായ പണമാണെങ്കിൽ, ഈ രീതിയിൽ തട്ടിയെടുക്കപ്പെട്ട പണമാണെങ്കിൽ അത് ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇ.ഡി പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള തുടർ നടപടികളും ഒരുപക്ഷെ ജയസൂര്യക്കെതിരെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇ.ഡി പരിശോധിക്കുകയാണ്. ഈ നിക്ഷേപ തട്ടിപ്പ് ആപ്പിൽ എങ്ങനെയാണ് നടന്മാരുൾപ്പെടെയുള്ളവർ പലരും തന്നെ ഇതിൽ പല പരിപാടികളിലും വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഏത് രീതിയിലുള്ളൊരു ഇടപെടലായിരുന്നു, മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ട്, ഇതിൽ ഹവാല ഇടപാടുകളടക്കം ഇ.ഡി സംശയിക്കുന്നുണ്ട്, കള്ളപ്പണമടക്കം ഇതിൽ ഉപയോഗപ്പെടുത്തിയെന്നൊരു സംശയവും ഇ.ഡിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇ.ഡി കേസ് വീണ്ടും അന്വേഷിക്കുന്നത്. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇ.ഡി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചതിൽ നിന്ന് പിന്നീട് ഇ.ഡി കേസ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാനങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് കള്ളപ്പണവും ഇടപാടും അടക്കമുള്ള ഒരു സംശയങ്ങൾ ഇ.ഡിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സേവ് ബോക്സ് ആപ്പിനെതിരെയുള്ള കേസിൽ ഇ.ഡിയുടെ നീക്കങ്ങൾ. ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 19 പേരായിരുന്നു കേസിലെ പ്രതികൾ. 2012 ജൂലൈ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതർക്ക് ABVP പ്രവർത്തകർ സ്വീകരണമൊരുക്കിയ ചടങ്ങിനിടെയായിരുന്നു കൊലപാതകം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ നിർണായകമായ വിധി വരുന്നത്. വിധി നിരാശാജനകമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു.
2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് വിശാൽ എന്ന ABUP പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള മാവേലിക്കര കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികളെയാണ് വെറുതെ വിട്ടുള്ളത്. ഈ കേസിൽ 20 പേർക്കെതിരെയായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ABUP ഒരുക്കിയ പരിപാടിക്ക് മുന്നിലേക്ക് ആണ് ഇത്തരത്തിൽ ആയുധങ്ങളുമായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വിശാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് കോളേജിൽ എത്തിയ വിശാലിന് കുത്തേൽക്കുകയായിരുന്നു. വിശാലിനൊപ്പം തന്നെ 2 സുഹൃത്തുക്കൾക്കും ആ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വിശാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വിശാൽ തന്നെ കുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നുള്ള വിശദാംശം സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നു. ഈ സുഹൃത്തിന്റെ മൊഴി ഉൾപ്പെടെ കോടതിയിൽ ആ സുഹൃത്ത് ഉൾപ്പെടെ 50 സാക്ഷികളാണ് കോടതിയിൽ മൊഴി നൽകിയത്. 205 രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. വിശാൽ കൊല്ലപ്പെട്ട കേസിൽ ABUP പ്രവർത്തകനായ വിശാൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 20 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി മുന്നണികൾ. VK പ്രശാന്തിന്റെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള വിവാദം വട്ടിയൂർക്കാവിന് വേണ്ടിയുള്ള മുന്നണികളുടെ പോരാട്ടമായി മാറുകയാണ്. അതേസമയം രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭ തുടങ്ങി. VK പ്രശാന്തിന്റെ MLA ഓഫീസിൽ തുടങ്ങിയ വിവാദം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ 3 മുന്നണികളും. VK പ്രശാന്ത് ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ ജയിച്ചു വന്നയാളാണ്. അടുത്ത തവണ അവിടെയും VK പ്രശാന്ത് വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് നീക്കങ്ങൾ. ഇന്നലെ K ശബരിനാഥനാണ് കോൺഗ്രസിൽ നിന്ന് BJP തുടങ്ങി വെച്ച വിവാദം ഏറ്റെടുത്തത് K ശബരിനാഥനാണ്. പക്ഷേ K ശബരിനാഥൻ്റെ രംഗപ്രവേശം K മുരളീധരന് വേണ്ടി എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. VK പ്രശാന്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവിടെ കളം നിറയാൻ UDFും BJPയും ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെന്ന വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ പ്രതിരോധിക്കാനും CPM തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലയിലെ പ്രധാന നേതാക്കളായ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പ്രശാന്തിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. എന്നാൽ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന ആവശ്യം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. BJP ആകട്ടെ പ്രശാന്ത് ജനപ്രിയ നിലയിൽ ഉപയോഗിക്കുന്ന ഈ കെട്ടിടത്തിന് അധിക വാടക നൽകാൻ ആവശ്യപ്പെടില്ല നിലപാടാണ് BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ നഗരസഭയുടെ ഉടമസ്ഥ നിരവധി കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും അവരുമായി ചേർന്ന സംഘടനകളുമൊക്കെ കൈവശം വയ്ക്കുന്നുണ്ട്. അതിനെതിരെ കർശനമായ നടപടിക്കാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ നീക്കം. അത്തരം കെട്ടിടങ്ങളുടെ കണക്കെടുക്കുകയാണ് നഗരസഭ ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം കൃത്യമായ നടപടികളിലേക്ക് കുറഞ്ഞ വാടക നൽകിയും വാടക നൽകാതെയും ഒക്കെ കുറഞ്ഞ വാടകയാണെങ്കിൽ പോലും അത് നൽകാതെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം കണക്കുകൾ ശേഖരിക്കും. അതുപോലെ തന്നെ ചെറിയ വാടകയ്ക്ക് എടുത്തിട്ട് മറിച്ച് വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ വാടകയ്ക്ക് കരാർ മറിച്ചു നൽകുന്ന ഇടപാടുകളും നഗരസഭയിലുണ്ട് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കും പരിശോധനകൾ പോകും. ഏതായാലും അത്തരം പരിശോധനകൾ ഒരുവശം നടക്കുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ട് കൂടി നീങ്ങുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിക്ക് വേണ്ടി VK പ്രശാന്തും കോൺഗ്രസിന് വേണ്ടി K മുരളീധരനും മത്സരിക്കാനിറങ്ങുമ്പോൾ ശ്രീലേഖയെ തന്നെ ഈ വിവാദത്തിൻ്റെ തുടക്കക്കാരിയായ ശ്രീലേഖയെ തന്നെ രംഗത്തിറക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വട്ടിയൂർക്കാവിൽ പോരാട്ടം ശക്തമായി മാറുകയാണ്. VK പ്രശാന്ത് MLAയുടെ ഓഫീസിനോട് ചേർന്ന് ശ്രീലേഖ കൗൺസിലറുടെ ഓഫീസ് തുറന്നു. തന്റെ ഓഫീസിന് ചുറ്റുമുള്ള മാലിന്യ കൂമ്പാരത്തിന്റെ ചിത്രം കൂടി ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കെട്ടിടം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ കൗൺസിലറുടെ ഓഫീസ് തുറന്നത്.
വട്ടിയൂർക്കാവ് MLA ഓഫീസ് വിവാദത്തിൽ BJPക്ക് കുടപിടിക്കുന്നത് കെ മുരളീധരനും ശബരിനാഥനും എന്ന് മന്ത്രി വി ശിവൻകുട്ടി. BJPയുടെ ചവിട്ടുപടി മുരളീധരന്റെ കുടുംബമാണ്. BJP കോൺഗ്രസ് പാലമാണ് മുരളിയുടെ കുടുംബമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി GR അനിലിന്റെ നെടുമങ്ങാട് MLA ഓഫീസ് നഗരസഭയുടെ കെട്ടിടത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപണം. BJPക്കാർ ഉൾപ്പെട്ട കൌൺസിലാണ് MLA ഓഫീസിന് കെട്ടിടം നൽകിയതെന്നും സൗജന്യമാണെങ്കിൽ തന്നെ അതിൽ അപാകത എന്തെന്നും ചെയർമാൻ ജയദേവൻ ചോദിക്കുന്നു. ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളും ജില്ലാ കളക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ നീങ്ങിയത്. ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതിയില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. കൊല്ലത്ത് പാൽ തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം. പരവൂർ കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തന്റെ പശുവിന്റെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്നെന്ന സൊസൈറ്റിയുടെ വിചിത്രവാദമെന്ന് കർഷകനായ വിഷ്ണു പറയുന്നു. തനിക്കെതിരെ പോലീസിൽ സൊസൈറ്റി കള്ളക്കേസ് നൽകിയെന്നും വിഷ്ണു പറയും. ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പാല് തലേക്കൂടി ഞാൻ ഒഴിക്കുക, തലേക്കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്ങോല കൂനയിൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടിരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടിരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം? നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാലിന് കുഴപ്പമില്ല. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. യഥാർത്ഥ ഈ സൊസൈറ്റിയിൽ പാല് ഒഴിക്കുന്ന ഇവർക്ക് അധികാരമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തികൾക്ക് ഇവരെടുത്ത ജീവനക്കാർ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ സൊസൈറ്റി പാലൊഴിക്കുന്ന ഒരു ഇതുമില്ല. പാലൊഴിക്കരുതെന്ന് പറയാനായിട്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കൊട്ടാരക്കരയാണ് ചേരുന്നത്. വിനീഷ്, വലിയ പ്രതിഷേധത്തിലാണല്ലോ വിഷ്ണുവിനെതിരെ എന്ത് പരാതിയാണ് ഈ സൊസൈറ്റി കൊടുത്തിരിക്കുന്നത് പോലീസിൽ? അപ്പോൾ ഇന്നൊരു ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലത്ത് പരവൂരിലാണ്, കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് ഈ കർഷകൻ, ക്ഷീര കർഷകനാണ് വിഷ്ണു, സൊസൈറ്റിയിലെത്തുകയും പ്രതിഷേധമെന്നോണം താൻ കൊണ്ടുവന്ന പാൽ തലയുടെ ഒഴിച്ച് ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നു. ഈ വിഷ്ണുവിന്റെ ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം വിഷ്ണു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, തന്റെ പാൽ മാത്രം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പാലിന് ഗുണമേന്മയില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു എന്ന് ദിനംപ്രതി അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നു എന്നൊരു പരാതിയാണ് വിഷ്ണു മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സൊസൈറ്റി അധികൃതരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സൊസൈറ്റി അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ വിഷ്ണുവിനെ അവിടെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ ഉണ്ടായത്, നാടകീയ സംഭവം ഉണ്ടായത്. ഏകദേശം ഒരുപാട് പശുക്കളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ പാല് ശേഖരിച്ച് സൊസൈറ്റിയിൽ കൊടുത്ത് വിൽപ്പന നടത്തി, അങ്ങനെയാണ് ഈ വിഷ്ണു ഉപജീവനമാർഗം നടത്തി വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളതാണ് വിഷ്ണുവിനൊരു സംശയം ഉണ്ടാകുന്നത്. അതിൽ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് CPM നിയന്ത്രണത്തിലുണ്ടെന്നും അങ്ങനെയൊക്കെ എടുത്തു പറയുന്നതായിട്ടുണ്ട്. എന്തായാലും വിഷ്ണുവിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഷേധം ക്ഷീര കർഷകരെ വലിയ രീതിയിൽ വിഷമപ്പെടുത്തിയ ഒരു സാഹചര്യമാണുള്ളത്. വ്യക്തമാണ് വിനീഷ്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെയാണ് വിഷ്ണു ഈ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇനി എന്താണ് തുടർ നടപടി എന്നതടക്കം അറിയേണ്ടതുണ്ട്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ അയ്യന്തോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ കോട്ടയം ജില്ലയിൽ പാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടുകൂടി കേരളത്തിലെ 6 ജില്ലകളിലായി അക്വില തങ്ങളുടെ സേവന ലഭ്യത ഉറപ്പുവരുത്തി. പാല MLA മാണി C കാപ്പൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്വിലയുടെ വളർച്ചയിൽ സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം ഭാവിയിൽ നടത്താനിരിക്കുന്ന വികസന പദ്ധതിയിൽ പൂർണ്ണ പിന്തുണയും ആശംസയും അറിയിച്ചു.
ഇനി ഇന്നത്തെ സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,365 രൂപ, പവൻ 82,920 രൂപ. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.